ഈ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം മിഥുൻ ഇവിടെ ഈ പ്രചരണം കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. മിഥുൻ, ചേലക്കര UDFന്റെ ബാലികേറ മല എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 23 വർഷമായി 96 മുതൽ ഇങ്ങോട്ട് കരുതപ്പെടുന്നത്. CPMന് ഇപ്പോഴും ഒരു സംശയമില്ല, അവർ ജയിച്ചു വരുമെന്നുള്ളത്. പക്ഷേ UDF കഴിഞ്ഞ നടത്തെ പോലെയാണോ പ്രചരണം? ഇത്തവണ എന്തായിരുന്നു അവരുടെ ഈ ആത്മവിശ്വാസം? ഇത്രയധികം ഇവിടെ കെ സുധാകരൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും വന്നുപോയി. എന്താണ് ഇത്രയധികം ആവേശം, ആത്മവിശ്വാസം UDFന് ചേലക്കര നൽകുന്നത്? അരുൺ, അതായത് തുടക്കത്തിലെ ആദ്യഘട്ട പ്രചരണത്തിലൊക്കെ തന്നെ മുൻപന്തിയിൽ LDF തന്നെയായിരുന്നു. പക്ഷേ ഒരു വെള്ളപ്പോക്കുണ്ടായിരുന്നു UDFനെ സംബന്ധിച്ച്. പക്ഷേ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കൃത്യമായ രീതിയിൽ താഴെത്തട്ടിൽ സംഘടന ചലിപ്പിക്കുന്നു. പോഷക സംഘടനാ നേതാക്കളെല്ലാം തന്നെ ഒരുപോലെ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. അത് മുമ്പൊന്നും തന്നെ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാത്ത തരത്തിലായിരുന്നു ഇത്തവണ UDFന്റെ ഇവിടുത്തെ ഒരു പ്രചരണ തന്ത്രം. അതായത് ചേലക്കര പിടിച്ചാൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും, അവർ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അത് VD സതീശനെ സംബന്ധിച്ചും KPCC അധ്യക്ഷനെ സംബന്ധിച്ചും ഒക്കെ അവർക്ക് വലിയ നേട്ടം ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസ് നേരത്തെ ഇവിടെ ആലത്തൂർ MP ആയി വിജയിച്ചു കയറിയതാണ് 2019. ചേലക്കരയിൽ കൃത്യമായി രമ്യ ഹരിദാസിനെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ രമ്യ ഹരിദാസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ചേലക്കര 28 വർഷത്തിന് ശേഷം തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഇത്തവണ നിർണായകമാകുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അതായത് വള്ളത്തോൾ നഗർ, വരവൂർ, ദേശമംഗലം ഈ 3 പഞ്ചായത്തുകളാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായുള്ളത്. അവിടെ കൃത്യമായി പ്രചരണം ഉയർത്തിക്കാട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളെ, പ്രത്യേകിച്ച് 96-ൽ ഈ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, അന്ന് ലീഗ് കാലുവാരിയതുകൊണ്ടാണ് അന്ന് മണ്ഡലം കൈവിട്ടുപോയത്. അതേ ലീഗ് നേതാക്കളെ ഇവിടുത്തെ കുടുംബ സംഘങ്ങളിലടക്കം കൃത്യമായി പങ്കെടുപ്പിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉൾപ്പെടെയുള്ളവരെ കുടുംബ സംഘങ്ങളിലടക്കം കൊണ്ടുവന്ന് MLA-മാരടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം നിരവധി തവണ ചെറുതുരുത്തി ഈ മേഖലകളിൽ കൃത്യമായി ഈ വീടുകളിൽ കയറിയിറങ്ങിക്കൊണ്ട് ആ പ്രചരണം നടത്തി. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെ പോലെ അവിടെ നിന്നുള്ള പ്രവർത്തകരെ കൂടി എത്തിച്ച് ഇവിടെ മണ്ഡലത്തിൽ സജീവമാക്കിക്കൊണ്ട് ഈ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തി. അത് വിജയിച്ചാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയാൽ ഇത്തവണ ഈ ബാലികേറ മലയാണ് എന്ന് പറയുന്ന ഈ ചേലക്കര അവർക്കൊപ്പം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ആ ആത്മവിശ്വാസത്തിലാണ് രമ്യ ഹരിദാസും ഒപ്പം തന്നെ UDF നേതാക്കളും ഉള്ളതെന്നുള്ളത്. BJP പല പേരുകളും കഴിഞ്ഞ ആലത്തൂർ മത്സരിച്ച് സരസ് ഉൾപ്പെടെയുള്ള ഡോക്ടർ സരസ് ഉൾപ്പെടെ പേരുകൾ പരിഗണിച്ചു. പക്ഷേ ഒരു പ്രാദേശിക നേതാവിനെ, ഒരു പഞ്ചായത്ത് അംഗത്തെ ഇവിടെ ഫീൽഡ് ചെയ്തു. എന്താണ് BJPയുടെ ഇവിടുത്തെ സാധ്യതകളും പ്രതീക്ഷകളും? BJP സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് K ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തി. തിരുവല്ലാമലയിലെ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൽ കൃത്യമായ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു ത്രികോണ മത്സരമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 അവിടെ കാഴ്ചവെച്ചിരുന്നത്. അവിടെ 20 വാർഡുകളാണുള്ളത്. അതിൽ 8 സീറ്റുകൾ ലഭിച്ചത് UDFനായിരുന്നു. 6 എന്ന രീതിയിൽ LDFനും BJPക്കും ജയിച്ചു. പിന്നീട് വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ഒരു വ്യക്തിയാണ് K ബാലകൃഷ്ണൻ. മണ്ഡലത്തിൽ കൃത്യമായി എല്ലാവരുമായി കൃത്യമായി ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. പക്ഷേ നമ്മൾ ഇന്ന് അരുൺ കാണുകയും ചെയ്തു, ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ ഒരു സാന്നിധ്യം BJP സംബന്ധിച്ച് മുൻകാലങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിൽ ഉള്ള ഒരു ജനക്കൂട്ടമുണ്ട്. അത് ഈ കലാശത്തിന്റെ തുടക്കത്തിൽ ആദ്യം ഇടതുമുന്നണി ഇവിടെ കളം നിറയും, തൊട്ടു പിന്നാലെ UDF പ്രവർത്തക നേതാക്കളും എത്തുന്നു. പക്ഷേ അത് ആദ്യത്തെ ഒരു അരമണിക്കൂറോളം NDA ഒരു മണിക്കൂറോളമില്ലായിരുന്നു, ഒരു 5 മണി വരെ ആരുമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 5 മണിക്ക് ശേഷം വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തുന്നു. K സുരേന്ദ്രൻ എത്തിയതിനു ശേഷം വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്നു. അതും പുറത്തുനിന്ന് വന്ന ആളുകളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാവരും ഈ മണ്ഡലത്തിലുള്ളതാണ്. ഏറ്റവും വന്ന 90% ആൾക്കാരും ഈ മണ്ഡലത്തിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിത്തവണ അവരുടെ വോട്ട് വീതം വിജയിക്കാനായില്ല എങ്കിൽ പോലും തന്നെ കഴിഞ്ഞ തവണ നേടിയ 24,342 വോട്ടിനേക്കാൾ ഒരു 30,000 അല്ലെങ്കിൽ 40,000 വോട്ട് വരെ നേടാൻ ഇത്തവണ സാധിക്കുമെന്നുള്ള ഒരു പ്രചരണം അവർ നടത്തുന്നത്. അത് വിജയിക്കാനായാൽ അത് ബാധിക്കാൻ പോകുന്ന ആരെയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം 2016 കൊല്ലമായി ചുവന്ന ചേലക്കര, ചുവന്നു തുടരുന്ന